All right. You have color rules? No color, only black and white. ടൂറിസ്റ്റാ, 4 ഇംഗ്ലീഷ് പറഞ്ഞ് കൂടെ കൂടിക്കോ മാഷേ. There is a big temple here. അമ്പലം ഞാൻ കാണിച്ചു കൊടുക്കാം മാഷേ. ബിഗ് ടെമ്പിൾ ഭഗവതി. കഷ്ടപ്പെടണ്ട. മംഗലത്തെ വീട്ടിലേക്ക് വഴി കാണിച്ചു തരാം. ഞാൻ ആ വഴിക്കാണ്. വരൂ. കണ്ടിട്ട് തനി ശിവ, പക്ഷെ ഭാഷ നമ്മുടെ. അനിലിന്റെ കോളേജിൽ നിന്ന് വല്ലവരും ആവും. സ്വാമി വീടിയുടെ കച്ചവടം ശരിക്കും നടക്കുന്നില്ലടോ കുമാര. ആളുകൾ വെറുതെ പറയില്ലേ. പിന്നെ നിന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടെ 5 ഉറുപ്പിയുടെ കതിനോടി വില അല്ലെങ്കിൽ അപ്പൊ നീ എന്ത് കളിച്ച് പറഞ്ഞു. ഉള്ളത് മതി. എക്സൈസ് നോട്ടം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു. ഇതാണ് വീട്. താങ്ക് യു. ഞാൻ വരട്ടെ. See you. ഹലോ, ഐ എം മിറാൻഡ. യു മസ്റ്റ് ബി വാസന്തി, ഐ എം ഷുവർ. അച്ഛൻ ഇതാണ് കത്തയച്ച ആള്. നന്നായി. ഞാനിനി എത്ര കാലാന്നറിയില്ല. കണ്ടത് നന്നായി. മലയാളം പറഞ്ഞ മനസ്സിലാവോ? ധാരാളം. മലയാളം പഠിപ്പിക്കാൻ അമ്മയെ ജൂഹൂല് ബാലേട്ടന്റെ വീട്ടിൽ പപ്പ കുറെ കാലം താമസിപ്പിച്ചു. ജൂഹൂല് ബാലേട്ടൻ അറിയില്ലേ? പപ്പയുടെ ഡിസ്റ്റന്റ് കസിൻ. നിങ്ങളുടെ ആരോ ആണ്. മാത്തോട്ടത്തിലെ ബാലൻ. പാവം, അവനും മരിച്ചു. ഇതാണമ്മ മിറാണ്ട. മുത്തശ്ശിനെ പറ്റി ബോംബെക്കാർക്ക് ഇപ്പോഴെന്താ ഒരു വിചാരം വരാൻ? എന്താ പേര്? ആശ. ഏത് ക്ലാസ്സിലാ? അവൾക്ക് നല്ല സുഖമില്ല. ഇടയ്ക്ക് ഒരു അപസ്മാരം പോലെ വരും. ഇപ്പോഴെന്താ ഒരു കുടുംബസ്നേഹം തോന്നാനെന്നാ ഞാൻ ചോദിച്ചത്. 2-3 ദിവസം യാത്ര ചെയ്ത് വരല്ലേ. ഒരു ചായയുടെ വെള്ളം കൊടുക്കാൻ നോക്കാണ്ട് നീ ക്രോസ് വിസ്താരത്ത് നിൽക്കാ. കുളിച്ചോളൂ. വണ്ടിയിലൊക്കെ ഇരുന്ന് ആകെ മണ്ണും പൊടിയായിട്ടുണ്ടാവും അല്ലേ? പുറത്ത് കുളിമുറിയുണ്ട്. എന്തടിസ്ഥാനത്തിൽ അച്ഛനകത്തേക്ക് അങ്ങോട്ട് കയറ്റണേ? മാധവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കോ? അതിസൂത്രക്കാരിപ്പ ഇങ്ങനെ ഓരോ വീട്ടിലും കയറി കൂടി കളവും നടത്തുന്നുണ്ട്. കടലാസിൽ വരുന്ന ഓരോ കേസുകൾ കേട്ടാല് അന്തം വിടും. ഇന്നാള് പന്നിയങ്കരയിൽ മതി. ആ മുഖത്ത് നോക്ക്. നീ മംഗലത്തെ മാധവൻകുട്ടിയുടെ മോളാണോ എന്ന് തെളിവെടുക്കാൻ നിന്റെ നാവ് പൊന്തോ? ഓ, കുറ്റാണാ നീ നിന്റെ ആ കോന്തനും ഗതി പിടിക്കാത്തത്? അച്ഛൻ ഞാൻ ചലിക്കാണ്ട് പോണുണ്ടോ? ചായ നിങ്ങളുണ്ടായി കൊടുത്താ മതി. തന്തയുടെ ഒരു സ്നേഹം കാട്ടില് സൽക്കാരം ഞാനൊന്നും പറയണില്ല. അച്ഛനാണ്. ഇവിടെ അകത്ത് ആരും ചെരുപ്പിടാറില്ല. ഓ സോറി. ഇതില് കുട്ടിമാമയുണ്ട്. ദാ ഫന്നി. പപ്പയുടെ അന്നത്തെ ഹെയർ സ്റ്റൈല് റിയലി ഫന്നി.
ഇത് മച്ച. മീനിങ് വാട്ട്? അകത്തെന്താ? ഭഗവതിയെ കുടിവെച്ചിട്ടുണ്ടെന്നാ വിശ്വാസം. കടക്കരുത്. സോറി. എല്ലാം തീണ്ടി നാശാക്കാൻ വന്നാവും. നിനക്ക് ഇത്ര വിവരമില്ലാണ്ടല്ലോ. അപ്പേട്ട ഇത് അറിയാം. കണ്ട മാപ്പിളയ്ക്കും നസ്രാണിക്കും കയറാനുള്ളല്ലേ സ്ഥലം. സോറി, ഐ എം സോറി. മാറണം. ഇനി നമ്പൂതിരെ വിളിച്ചൊന്ന് പുണ്യാൻ തെളിപ്പിക്കണം. ചേച്ചിക്ക് തോർത്തുകൊണ്ട് വേണോ? ഞാൻ കിടക്കണ മുറിയാ, പക്ഷെ ഇന്ന് ചേച്ചി കിടന്നോളൂ. അപ്പേട്ട, ഞാൻ അകത്ത് കടന്നില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്തിനാ അന്യജാതിക്കാരെ പറയണേ? ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, സ്ത്രീകൾ ആരും അതിനകത്ത് കയറാൻ പാടില്ല. ഭഗവതി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? അതൊക്കെ ചില ആചാരങ്ങളാണ്. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. അത് വിചാരിച്ചാ എനിക്ക് ഇന്നും കോരിത്തരിക്കും. ഓ ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. പരിഹസിക്കണ്ട. ഞാൻ പരിഹസിച്ചതല്ല. വളരെ മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി. രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇതകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ചെമ്പ് ചോറ്. ആളെ പിന്നെ കണ്ടില്ല. മച്ചിന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു. നോനോ, വിശക്കുന്നവർക്ക് ചോറെത്തിക്കുന്ന ദൈവത്തെ ആരും പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില് ഒന്നും തോന്നണ്ട. മച്ചില് കഴുകലും വിളക്ക് കത്തിക്കലും ഒക്കെ ഞാനാ. ഓ. ഒറ്റയ്ക്കാ ബോംബെന്ന് വന്ന്? കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പണിക്ക് പോണുണ്ടോ? ഒന്നും സ്ഥിരമായിട്ടില്ല. 2-3 സ്ഥലത്ത് ജോലി ചെയ്തു. ഷോർട്ട് ടൈം വേക്കൻസീസ്. കുറച്ചു ദിവസത്തെ ഒഴിവില്. ഞങ്ങളുടെ മലയാളം തന്നെ പറയുന്നു വിചാരിച്ചില്ല. പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു. മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലേ പറയൂ. പാവം പപ്പ. കുട്ടിമാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ അറിയാം, അച്ഛൻ പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഉണ്ണാ വിളിക്കുന്നു. ഇവിടെ പച്ചക്കറി മാത്രമേ വെക്കൂ. ഇറച്ചിയും മീനും ഒന്നും പതിവില്ല. ഓ, അതിനെന്താ? ഞാനിവിടെ താമസിച്ച എന്നെ കൊണ്ടൊരു ശല്യം അവര് താർക്കും. ഏയ്, എന്ത് ശല്യം? ഞാൻ വല്ല തെറ്റും ചെയ്താ മനഃപൂർവ്വമില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം അപ്പേട്ട. വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ? അത് ഒന്നും തോന്നരുത്.